നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന കോൺഗ്രസിന്റേത് ദുർഭരണവും വികസന വിരുദ്ധമെന്നാരോപിച്ച് LDF കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുചക്രവാഹന റാലിയും ജനസദസ്സും സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയുടെ വികസന സദസ്സ് കേരളപ്പിറവി ദിവസമായി നവംബർ 1 നടത്തുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചോർച്ച തടയാനും തുണി ഉണക്കാനുമായി വീടിന് മുകളിൽ ഷീറ്റ്, ഓട് എന്നിവ കൊണ്ടുള്ള റൂഫിംഗ് പണിയുന്നവർക്ക് ഇനി മുതൽ അതത് തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണ്ട. മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം നിയമപോരാട്ടത്തിലേക്ക് തിരിയുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ യൂദാപുരം ദേവാലയത്തിൽ ഊട്ടുനേർച്ചയ്ക്ക് തുടക്കം. കലാകാരന്മാരുടെ സംഘടനയെ തരംഗശാലയുടെ ആഭിമുഖ്യത്തിൽ കലാഭവൻ സ്ഥാപകൻ ഫാദർ ആബേലിന്റെ 24ാമത് വാർഷികാനുസ്മരണ സമ്മേളനം മേലൂർ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തി. വാർത്തകൾ വിശദമായി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന കോൺഗ്രസിന്റേത് ദുർഭരണവും വികസന വിരുദ്ധവും എന്നാരോപിച്ച് LDF കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുചക്രവാഹന റാലിയും ജനസദസ്സും സംഘടിപ്പിച്ചു. ക്യാപ്റ്റൻ CK സഹജൻ, വൈസ് ക്യാപ്റ്റൻ TR ബാബു, ജാഥ മാനേജർ VJ വില്യംസ് എന്നിവർ ഇരുചക്രവാഹന റാലി നയിച്ചു. എലഞ്ഞിപ്ര സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇരുചക്രവാഹന റാലി CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം MV ടൈസൺ ഉദ്ഘാടനം ചെയ്തു. മേച്ചിറ സെന്ററിൽ നടന്ന ജനസദസ്സ് CPM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് EA ജയതിലകൻ, CPM ഏരിയ കമ്മിറ്റി അംഗം CK ശശി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജനീഷ് ജോസ്, നേതാക്കളായ TN ജോഷി, ബോബൻ, ബാഹുലേയൻ, അശ്വിൻ, ശകുന്തള വത്സൻ, ദേവാനന്ദൻ, ഡാനിഷ്, ലിവിത വിജയകുമാർ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വിധവകളുടെയും അഗതികളുടെയും പെൻഷൻ നഷ്ടപ്പെടുത്തി ജലജീവൻ പദ്ധതി അട്ടിമറിച്ചു, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല തുടങ്ങി വികസനത്തെ അട്ടിമറിച്ചതായും ജനജീവിതം ദുസ്സഹമാക്കിയതായും പ്രതിഷേധക്കാർ ആരോപിച്ചു. വേണ്ടി ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന നെറികാടുകളുടെ ഒരു പഞ്ചായത്തായി മാറാൻ വേണ്ടിയാണ് ഈ പഞ്ചായത്ത് മാറിയിരിക്കുന്നത്. എന്ത് വികസനമാണ് നമ്മുടെ ഈ 5 വർഷക്കാലമായി കോൺഗ്രസ് ഭരണസമിതി കൊണ്ടുവന്നിട്ടുള്ളത്? വികസനം അവർ പറയുന്നത് ഞങ്ങൾക്ക് 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ടെന്നാണ്. ആകെ 10 കോൺഗ്രസിന്റെ മെമ്പർമാരാണ് ഈ നമ്മുടെ പഞ്ചായത്തിലുള്ളത്. ഞങ്ങൾക്ക് 3 പ്രസിഡന്റുമാരുണ്ടായിരിക്കുന്നു. ആദ്യം 5ാം വാർഡിൽ നിന്നും 1ാമനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്. എന്ത് നേട്ടമാണ് ഈ പഞ്ചായത്തിനുള്ളത്? 1.5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ്. രണ്ടാമത് 7ാം വാർഡിൽ നിന്നൊരു പ്രസിഡന്റ്, 1.5 കൊല്ലം. മറ്റൊരു പ്രസിഡന്റ് ഈ പഞ്ചായത്തിനകത്ത്. എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? 1.5 കൊല്ലം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പഞ്ചായത്തിന്റെ 20 വാർഡും അതിന്റെ പദ്ധതികളും നോക്കി മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാൻ ജനങ്ങളാകെ അന്വേഷിച്ചു നടക്കുക.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിൽ അധികാരത്തിലുള്ള സമയത്തുണ്ടായ മാറ്റങ്ങളല്ലാതെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് മാറ്റമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായത് എന്നുള്ള വലിയ ചോദ്യങ്ങളാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഏതെങ്കിലും ഒരു ബൃഹത് പദ്ധതി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ ഗുണം കിട്ടുന്ന ഏതെങ്കിലും ക്ഷേമ പദ്ധതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പറയാ, ഒരു 9 വർഷം മുൻപ് വരെ ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് 18 മാസം കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ ഇന്ന് നമ്മൾ 1600-ൽ നിന്ന് 1800 ആക്കി ഇരിക്കുകയാണ്. അടുത്ത പെൻഷൻ മേടിക്കുന്നത് മിക്കവാറും എന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ റോഡുകൾ താറുമാറായി കിടക്കുന്നു, കുടിവെള്ളം മര്യാദയ്ക്ക് എത്താതെ വരുന്നു, വെളിച്ചം മര്യാദയ്ക്ക് എത്താതെ വരുന്നു, പെൻഷൻ മുടങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇവരുടെ സഹായം 5 കോടി രൂപ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ഒരു കളർ TV അത് മേടിച്ചു, പിന്നെ പഴകിയ കമ്പ്യൂട്ടർ മേടിച്ചു, പിന്നെ ലാപ്ടോപ്പ് മേടിച്ചു. ഇങ്ങനെയാണ് നമ്മൾ വളർന്നത്. പടയം വരാൻ വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ RSSന്റെ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താ ചെയ്തത്? എങ്ങനെയാ വന്നത്? എങ്ങനെയാ ഉണ്ടായത്? ഇങ്ങനെയാണ്. ചാലക്കുടി നഗരസഭയുടെ വികസന സദസ്സ് കേരളപ്പിറവി ദിനമായ നവംബർ 1 നടത്തുമെന്ന് നഗരസഭ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളും ചാലക്കുടിയുടെ സ്വപ്ന പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയ ചാലക്കുടി നഗരസഭ ഭരണസമിതി ഈ നേട്ടങ്ങൾ വിലയിരുത്താനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ അനുമോദിക്കാനും വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടന ചടങ്ങുകൾക്കുമായിട്ടാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിന്റെ 5 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ കാലഘട്ടത്തില് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ നിർദ്ദേശിച്ചതും പ്രഖ്യാപിച്ചതുമായിട്ടുള്ള വികസന ജനക്ഷേമ പരിപാടികളും സുപ്രധാനമായിട്ടുള്ള പദ്ധതികളും ഒക്കെ പരമാവധി പൂർത്തീകരിക്കാനും കഴിയും വിധം ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് നടപ്പിലാക്കുന്നതിനുമൊക്കെ ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 5 വർഷം പൂർത്തീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും അത് ആളുകളുമായി സംവദിക്കാനും ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു വേദി ഒരുക്കുന്നതിനും അതിന്റെ ഗുണഭോക്താക്കളെ പങ്കെടുപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ടാണ് വികസന സദസ്സ് സംഘടിപ്പിക്കാനായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച, പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളം, സമ്പൂർണ്ണ ഭവന പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി, ഭവന നിർമ്മാണം തുടങ്ങിയിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പദ്ധതികളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതികളുടെയൊക്കെ നടത്തിപ്പിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് വികസന സദസ്സ് എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത്. ചാലക്കുടി നഗരസഭ അതിന്റെ വികസന സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടി ഈ വരുന്ന നവംബർ 1 തീയതി കേരളപ്പിറവി ദിനത്തിൽ ചാലക്കുടി നഗരസഭയുടെ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വെച്ച് നടത്താനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം അന്ന് 3 മണിക്ക് ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹനാൻ അവർ നിർവഹിക്കും. ആ പരിപാടിയിൽ മറ്റ് പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ നടപ്പിലാക്കണമെന്നാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. നഗരസഭയുടെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് അവരുടെ വിവിധ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിതരണ പരിപാടി അന്ന് ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് നിർവഹിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ 117 ഗുണഭോക്താക്കളാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ ചാലക്കുടി നഗരസഭയിലുള്ളത്. അവരെ പൂർണ്ണമായും ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർക്കാർ നിർദ്ദേശിച്ച എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ പരമാവധി ചാലക്കുടി നഗരസഭ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അതിൽ 10 കുടുംബങ്ങൾക്ക് ഭൂമി ആവശ്യമായ, അതിന് തയ്യാറായ 10 കുടുംബങ്ങൾക്ക് കോട്ടയിലെ 2ാം വാർഡിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമി സർക്കാരിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം തന്നെ ജില്ലാ കളക്ടർ 10 പേർക്ക് ഭൂമി അനുവദിച്ച് അതിന്റെ രേഖകൾ ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിരിക്കുകയാണ്.
അത് ആ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്ന ഒരു ചടങ്ങും, ഒപ്പം തന്നെ അവർക്ക് പുതിയ ഭവനം, ആ 10 കുടുംബങ്ങൾക്കും പുതിയ ഭവനം നിർമ്മിക്കുന്നതിന് സർക്കാർ നേരിട്ട് ഫണ്ട് ലഭ്യമാക്കും എന്നറിയിച്ചിട്ടുണ്ടെങ്കിലും അത് ഏറ്റവും വേഗത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് അവർക്ക് ആദ്യത്തെ ഗഡു ധനസഹായം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങും, ഒപ്പം തന്നെ ഈ അതിദാരിദ്ര്യ വിഭാഗത്തിലെ 117 ഗുണഭോക്താക്കൾക്കും തുടർന്നുള്ള ഇനിയുള്ള മാസങ്ങളിൽ പ്രതിമാസം അവർക്ക് ഭക്ഷ്യക്കിറ്റ് നഗരസഭയുടെ പദ്ധതി വഴി വിതരണം ചെയ്യുന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മവും ഈ വികസന സദസ്സിൽ വെച്ച് നമ്മൾ നിർവഹിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നഗരസഭയുടെ രാജീവ് ഗാന്ധി ടൗൺ ഹാളിലാണ് വിവിധ പരിപാടികളോടെ വികസന സദസ്സ് നടക്കുക. രാവിലെ 10 മണിക്ക് വയോജന സംഗമം, 11 മണിക്ക് തൊഴിലുറപ്പ് പ്രവർത്തക സംഗമം എന്നിവ നടക്കും. വൈകിട്ട് 3 മണിക്ക് വികസന സദസ്സ് ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിക്കും. നഗരസഭയിലെ മുഴുവൻ ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർക്ക് സെയിന്റ് ജെയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും MP നിർവഹിക്കും. നഗരസഭയിലെ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട 117 ഗുണഭോക്താക്കൾക്കുള്ള പ്രതിമാസ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും ഭൂരേഖ കൈമാറലും ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു ധനസഹായ വിതരണവും സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാളപ്പൻ അധ്യക്ഷത വഹിക്കും. ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹനത്തിന്റെ വിതരണം, പാലിയേറ്റീവ് പ്രവർത്തനത്തിനുള്ള പുതിയ വാഹനത്തിന്റെ കൈമാറൽ, തൊഴിലുറപ്പ് സംഗമം, വയോജന സൗഹൃദ നഗരസഭ വയോജന സംഗമം, ഹരിതകർമ്മ സേനാ സംഗമം, ബാലസഭാ സംഗമം തുടങ്ങിയ പരിപാടികളും വികസന സദസ്സിന്റെ ഭാഗമായി നടക്കും. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നഗരസഭയുടെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, കുടുംബശ്രീ ഭാരവാഹികൾ, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ ഷിബു വാളപ്പൻ, കൗൺസിലർമാരായി KV പോൾ, ബിജു S ചിറയത്ത്, VO പൈലപ്പൻ, പ്രീതി ബാബു, ആനി പോൾ, ദീപു ദിനേശ്, സെക്രട്ടറി K പ്രമോദ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന പുണ്യം പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനവും ജീവകാരുണ്യ നിധി ധനസഹായ വിതരണവും വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർ നിത പോൾ, റൈസനാലുക്ക, MD ഡേവിസ്, ബിനു മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ നിന്നില്ലാത്ത ചാലക്കുടിയിലെ വ്യാപാരികളൊക്കെ ആരും അറിയാതെ തന്നെ മറ്റൊരു കൈ അറിയാതെ ചെയ്തു വരുന്ന നിരവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് പല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ആളുകളാണ് ജനപ്രതികളായ ഞങ്ങളൊക്കെ തന്നെ. എല്ലാവരോടും വലിയ കടപ്പാടും ഒക്കെ നന്ദിയൊക്കെ ഈ സന്ദർഭത്തിൽ പറയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ജനപ്രതിയായി ഞാനും നേതാക്കളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ ചാലക്കുടിയിലെ പൊതുസമൂഹത്തോട് ഒരുപാട്, ഭരണസമിതിയുടെ ഏതൊരു ജനപ്രതിനിധിക്കാണെങ്കിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കാണെങ്കിലും ചാലക്കുടിയുടെ പൊതുസമൂഹത്തോട് വലിയ കടപ്പാടും നന്ദിയൊക്കെ ഉണ്ട്. ഒരു പക്ഷേ സർക്കാരിന്റെയും നഗരസഭയുടെയും ഒക്കെ സഹായങ്ങൾ കൊണ്ടും അതിന്റെ സാമ്പത്തിക സ്ഥിതി കൊണ്ടൊന്നും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധ്യമാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നിലവിലുണ്ടായിരുന്ന 1600 രൂപയിൽ നിന്ന് 400 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പെൻഷൻകാർക്ക് നൽകാനുള്ള ഒരു ഗഡു DA കുടിശ്ശിക 4% നവംബറിലെ ശമ്പളത്തിനൊപ്പം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീ സുരക്ഷയ്ക്ക് സഹായം നൽകുന്ന പുതിയ പദ്ധതി പ്രകാരം 1000 രൂപ വീതം അർഹരായ സ്ത്രീകൾക്ക് നൽകും. 33 ലക്ഷത്തിലേറെ സ്ത്രീകൾക്ക് സഹായം കിട്ടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനൊപ്പം യുവാക്കൾക്ക് സ്കോളർഷിപ്പ് പദ്ധതിയും പ്രഖ്യാപിച്ചു. പ്രതിവർഷ കുടുംബ വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപയായി വർദ്ധിപ്പിക്കും. ഇതുവരെയുള്ള കുടിശ്ശിക നൽകും. പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2000 രൂപ വരെ വർദ്ധിപ്പിക്കും. റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 180 രൂപയിൽ നിന്ന് 200 രൂപയാക്കി ഉയർത്തും. നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. നെല്ലിന്റെ സംഭരണ വില 28.20 രൂപയിൽ നിന്ന് 30 രൂപയായി വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
ബുധനാഴ്ച 2 തവണകളായി 1400 രൂപ വർദ്ധിച്ച് വീണ്ടും 90,000 കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ച സ്വർണ്ണവിലയിൽ ഇടിവ്. ബുധനാഴ്ച വർദ്ധിച്ച പോലെ തന്നെ വ്യാഴാഴ്ച സ്വർണ്ണവില തിരിച്ചിറങ്ങുകയായിരുന്നു. പവന് 1400 രൂപയാണ് കുറഞ്ഞത്. 88,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 175 രൂപയാണ് കുറഞ്ഞത്. 11,045 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണവില ആദ്യമായി 90,000-ൽ താഴെ എത്തിയത്. എന്നാൽ ബുധനാഴ്ച 2 തവണകളായി 1400 രൂപ വർദ്ധിച്ചപ്പോൾ സ്വർണ്ണവില വീണ്ടും 90,000 കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു. എന്നാൽ കൂടിയതുപോലെ തന്നെ തിരിച്ചിറങ്ങുകയായിരുന്നു. ഏകദേശം 10 ദിവസത്തിനിടെ പവൻ വിലയിൽ 9,000 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം സ്വർണ്ണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ 3-നായിരുന്നു. അന്ന് 86,560 രൂപയായിരുന്നു വില. 17-ന് രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവകാല റെക്കോർഡ്. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വിലവർധനയ്ക്ക് കാരണം. കലാകാരന്മാരുടെ സംഘടനയായ തരംഗചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കലാഭവൻ സ്ഥാപകൻ ഫാദർ ആബേലിന്റെ 24ാമത് വാർഷിക അനുസ്മരണ സമ്മേളനം മേലൂർ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ജാൻസി പൗലോസ് അധ്യക്ഷയായി. കലാഭവൻജിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. PA ബക്കർ നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത പ്രഭാത് മാമ്പ്രയെ അനുമോദിച്ചു. തരംഗ സെക്രട്ടറി കലാഭവൻ സുധി, തണൽ സാംസ്കാരിക സമിതി സെക്രട്ടറി KA സുധീർ, സിനി ആർട്ടിസ്റ്റ് സിബി കുട്ടപ്പൻ, രാജാമണി, പ്രദീപ് പൂലാനി, കുമാർ ജി വെണ്ണൂർ, അഖിലേഷ് അയ്യപ്പദാസ്, അനശ്വർ പാലത്തിങ്കൽ, ശ്യാംകുമാർ, വിജേഷ് പേരുകുടി തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിനുള്ളിലുള്ള കലയാണ് ഇത്രയും വിപുലീകരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കണം, കഥാപ്രസംഗം കേരളത്തിൻ്റെതായിട്ടുണ്ടാക്കിയ ഒരു കലയാണ് കഥാപ്രസംഗം. കഥാപ്രസംഗത്തിൽ വരുന്ന പാട്ട്, അഭിനയം, കഥാപ്രസംഗം, ഇങ്ങനെ എല്ലാം കൂടിയാണ് കഥാപ്രസംഗം. അത് കേരളത്തിൽ കണ്ടുപിടിച്ചു. പക്ഷെ മിമിക്രി എന്ന് പറയുന്നത് ശബ്ദം അനുകരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് വേറെ തലത്തിലേക്ക് എത്രയാണ് മിമിക്രിന് വേറെ തലത്തിൽ അച്ഛനാണ്. ഇങ്ങനെ മിമിക്രി വേറെ തലത്തിൽ മിമിക്രിയിൽ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, സൗണ്ട് ചെയ്യണം, പിന്നെ കർട്ടൻ കെട്ടണം, ലൈറ്റ് വർക്ക് ചെയ്യണം എന്ന് വേണ്ട എല്ലാ കഥകളും സിനിമാരി ഡാൻസും അതിൽ സകല കലകള് ഈ മിമിക്രിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു നമ്മുടെ കലാ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം ഉണ്ടാക്കിയ കക്ഷി മത രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നമ്മളെ വിസ്മരിപ്പിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഒത്തിരി കലാകാരന്മാര് നമുക്ക് നമ്മുടെ കലാഭവനിൽ കൂടെ ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയും എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന കലാഹൃദയമുള്ള ഒരാളായിരുന്നു. അപ്പം തന്നെ വളരെ ആളുടെ അഭിമുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ ഹ്യൂമറും എല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അച്ഛൻ. വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും കൂടിയായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്, കലാരംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. പക്ഷെ ഇപ്പോഴും കലാഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇങ്ങനെ എന്താ പറയുക തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ആളുകൾ വരും അച്ഛൻ്റെ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട്. ഈ പുതിയ കലാകാരന്മാർ കലാഭവനിലേക്ക് വരും. കലാഭവൻ നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും. പക്ഷെ അപ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ച് ചോർച്ച തടയാനും തുണിയുണക്കാനുമായി വീടിന് മുകളിൽ ഷീറ്റ്, ഓട് എന്നിവ കൊണ്ടുള്ള റൂഫിംഗ് പണിയുന്നവർക്ക് ഇനി മുതൽ അതത് തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണ്ട. 3 നില വരെയുള്ള വീടുകൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം നിലവിൽ വന്നു. എന്നാൽ ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം 2.4 മീറ്ററിൽ കൂടരുതെന്നും വ്യവസ്ഥയിൽ പറയുന്നു. 300 ചതുരശ്ര മീറ്റർ വരുന്ന താമസ കെട്ടിടങ്ങൾക്ക് മുൻവശത്തും പിൻവശത്തും പരമാവധി 15 ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയിൽ റോഡിൽ നിന്നും ചുരുങ്ങിയത് 60 സെന്റിമീറ്റർ ദൂരം പാലിച്ച് ഷീറ്റ് റൂഫിംഗ് പണിയുന്നതും അനുവദനീയമാക്കി. സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന കെട്ടിടങ്ങളുടെ ഗണത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയത്. നിലവിൽ 300 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ളതും 2 നില വരെയുള്ളതും 7 മീറ്റർ ഉയരവുമുള്ള വീടുകളെയാണ് ലോ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇനി മുതൽ ഉയരം പരിഗണിക്കാതെ തന്നെ 2 നില വരെയുള്ള 300 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അധികരിക്കാത്ത എല്ലാ കെട്ടിടങ്ങൾക്കും ഉദ്യോഗസ്ഥ ഇടപെടലോ പരിശോധനകളോ ഇല്ലാതെ തത്സമയം അനുമതി ലഭിക്കും. ഇതുവഴി ഏകദേശം 80% വീടുകൾക്കും അപേക്ഷ സമർപ്പിച്ചാലുടൻ നിർമ്മാണ അനുമതി
ലഭിക്കും. 2 സെന്റ് വരെയുള്ള സ്ഥലത്ത് പരമാവധി 100 ചതുരശ്ര മീറ്ററുള്ള വീടുകൾക്ക് 3 മീറ്ററിൽ അധികരിക്കാത്ത വീതിയുള്ള നോട്ടിഫൈഡ് അല്ലാത്ത റോഡിൽ നിന്നുള്ള ചുരുങ്ങിയ ദൂരപരിധി 1 മീറ്ററാക്കി. നിലവിൽ 2 മീറ്ററായിരുന്നു. വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭ്യമാക്കാനുള്ള വിസ്തീർണത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. നിലവിൽ 100 ചതുരശ്ര മീറ്റർ ആയിരുന്നത് 250 ചതുരശ്ര മീറ്ററാക്കി. ഇതുൾപ്പെടെ ചെറിയ വീടുകൾക്കും സംരംഭങ്ങൾക്കും കൂടുതൽ ഇളവുകൾ നൽകുന്ന തരത്തിലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ സർക്കാർ വ്യാപക ഭേദഗതികൾ വരുത്തി വിജ്ഞാപനം ഇറക്കിയത്. ഭേദഗതിയിൽ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇളവുകളുണ്ടെന്ന് മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമയ പൂജയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനും തന്ത്രിക്കും തിരിച്ചടി. വൃശ്ചിക മാസത്തിലെ ഏകാദശി പൂജ വൃശ്ചിക മാസം തന്നെ നടത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ഭരണ സൗകര്യം നോക്കി പൂജ മാറ്റിവെക്കരുത്. പൂജകളിലൂടെ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കലാണ് തന്ത്രിയുടെ കടമയെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഭക്തരുടെ തിരക്ക് നോക്കി പൂജ മാറ്റേണ്ട കാര്യം തന്ത്രിക്കില്ലെന്ന് ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഡിസംബർ 1 ഈ വർഷത്തെ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസം. ഈ തുലാമാസത്തിൽ പൂജ നടത്താമോ എന്ന് ദേവസ്വം ബോർഡ് ആരാഞ്ഞപ്പോൾ തന്ത്രിക്ക് ഉചിതമെന്ന് തോന്നിയാൽ തുലാമാസത്തിലും ഉദയാസ്തമയ പൂജ നടത്താവുന്നതാണെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. കഴിഞ്ഞ തവണ വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിൽ നടത്തുന്ന പൂജ തുലാമാസത്തിലെ ഏകാദശിയിലേക്ക് മാറ്റിയിരുന്നു. വൃശ്ചിക മാസത്തിലെ ഭക്തരുടെ തിരക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഇതിനെതിരെ തന്ത്രിയുടെ കുടുംബമായ പുഴക്കര ചേന്നാസ് മനയിലെ ചില അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. വർഷങ്ങളായി പിന്തുടരുന്ന ഗുരുവായൂരിലെ ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പൂജകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന നിരവധി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മുൻ തന്ത്രി മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഗുരുവായൂർ ദേവസ്വം നിയമത്തിലെ 10G വകുപ്പ് പ്രകാരം ഭക്തർക്ക് എല്ലാ സൗകര്യവും ഒരുക്കേണ്ടത് ദേവസ്വത്തിന് നിയമപരമായ കടമയാണ്. ഇതിന്റെ ഭാഗമായാണ് തന്ത്രിയുടെ അനുവാദത്തോടെ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയത്. പൂജയില്ലാതെ വൃശ്ചിക ഏകാദശി പൂർത്തിയാകില്ലെന്ന വാദം തെറ്റാണ്. ഏകാദശി ദിവസം പ്രത്യേക പൂജയില്ലെന്നും ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം നിയമപോരാട്ടത്തിലേക്ക് തിരിയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് മേധാവിയും റിപ്പോർട്ടർ TVയുമാണ് പരസ്പരം നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത്. വ്യാജവാർത്ത നൽകിയെന്ന് ആരോപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ TVക്കെതിരെ 100 കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകി. രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി വ്യാജവാർത്ത നൽകി എന്നാണ് ആരോപണം. അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരന്തരം വ്യാജവാർത്തകൾ ചമച്ചെന്ന് ആരോപിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ റിപ്പോർട്ടർ TVയുടെ നീക്കം. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 15 പേർക്കാണ് ആൻഡ്രോ അഗസ്റ്റിൻ മേധാവിയായ റിപ്പോർട്ടർ TV വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 150 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷാണ് റിപ്പോർട്ടർ TVക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ TV ഉടമ ആൻഡ്രോ അഗസ്റ്റിൻ, എഡിറ്റോറിയൽ മേധാവിമാരായ അരുൺ കുമാർ, സ്മൃതി പരുത്തിക്കാട്, ജിമ്മി ജെയിംസ്, സുജയ പാർവതി, തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർമാർ, കർണാടകയിലെ അഭിഭാഷകനായ KN ജഗദീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് കേസ് നൽകുന്നത്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തി വ്യാജവാർത്ത സംപ്രേഷണം ചെയ്തെന്ന് നോട്ടീസിൽ പറയുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തി വ്യാജവാർത്ത ചെയ്തുവെന്നും ഇതുവഴി പാർട്ടിക്ക് വലിയ മാനനഷ്ടം സംഭവിച്ചെന്നും എറണാകുളത്തെ RVS അസോസിയേറ്റ് വഴി ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ അഡ്വക്കേറ്റ് S. സുരേഷ് ആരോപിക്കുന്നു. റിപ്പോർട്ടർ TV BJP അധ്യക്ഷനെതിരെ ചെയ്ത മുഴുവൻ വ്യാജവാർത്തകളും 7 ദിവസത്തിനകം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. അതേസമയം റിപ്പോർട്ടർ നൽകിയ മറ്റൊരു ഹർജിയിൽ വ്യാജവാർത്തകൾ നൽകുന്നതിൽ നിന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ ബാംഗ്ലൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതി വിലക്കി. ഇതിന് പിന്നാലെയാണ് പുതിയ നോട്ടീസ്. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ സിന്ധു സൂര്യകുമാർ, വിനു V. ജോൺ, PG സുരേഷ് കുമാർ, അബ്ജോദ് വർഗീസ്, അനൂപ് ബാലചന്ദ്രൻ, ജോഷി കുര്യൻ, അഖില നന്ദകുമാർ, ജെവിൻ ടുട്ടു, അശ്വിൻ വല്ലത്ത്, റോബിൻ മാത്യു എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ യൂദാപുരം ദേവാലയത്തിൽ ഊട്ടുനേർച്ചയ്ക്ക് തുടക്കം.
വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഭക്തജനങ്ങൾക്കായുള്ള ഊട്ടുനേർച്ച ആശീർവദിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ആദ്യ ചോറൂട്ട് കർമ്മവും ബിഷപ്പ് നിർവഹിച്ചു. 2.5 ലക്ഷത്തോളം പേർക്കാണ് ഊട്ടുനേർച്ച ഒരുക്കുന്നത്. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാന, നൊവേന, ആരാധന എന്നിവ നടക്കും. രാവിലെ തിരുനാൾ മുഖ്യ പ്രസിദ്ധേന്തി വാഴ്ചയും നടന്നു. രാവിലെ പൊന്തിഫിക്കൽ, ദിവ്യബലി, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധ യൂദാ തദ്ദേവീസിന്റെ അത്ഭുത രൂപം എഴുന്നള്ളിച്ചു. വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി, ഫാദർ എബി ഫ്രാൻസിസ് ഡ്യൂറോം, ഫാദർ മെർട്ടൻ ഡിസിൽവ, തിരുനാൾ ആഘോഷ കമ്മിറ്റി കൺവീനർ ഹെർബർട്ട് ജെയിംസ്, സിസ്റ്റർ റോസ് മിറ്റി, ജോയിന്റ് കൺവീനർ ജോസ് മൈപ്പാൻ, ജനറൽ സെക്രട്ടറി OG കിഷോർ, കൈക്കാരന്മാരായ കിഷോർ പാപ്പാളി, വില്യം പ്ലാസിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഊട്ടുനേർച്ചയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ആശീർവാദവും നടത്തപ്പെടുന്നു. അനുഗ്രഹീതമായ ഈ ദിനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. കർത്താവിനോടുകൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ കർത്താവിനോടുകൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപരാധം അപേക്ഷിക്കണമേ. ആമേൻ. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആന്ധ്രാപ്രദേശിൽ കരകയറിയ മോൺട്ട തീവ്ര ചുഴലിക്കാറ്റ് വരും മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി കുറയാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ മധ്യകിഴക്കൻ അറബിക്കടലിലൂടെ വടക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റ് കരതൊട്ടതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് കാറ്റ് വീണ്ടും ദുർബലമാകും. ഇതോടൊപ്പം ഈർപ്പവും കുറയും. വരും ദിവസങ്ങളിൽ പൊതുവെ മഴ ദുർബലമായിരിക്കും. ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളത്. എന്നാൽ പകൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നവംബർ 1 മുതൽ വാൽപ്പാറയിൽ പ്രവേശിക്കാൻ ഇ പാസ് നിർബന്ധം. നവംബർ 1 മുതൽ വാൽപ്പാറയിൽ പ്രവേശിക്കാൻ വിനോദസഞ്ചാരികൾ ഇ പാസ് എടുക്കണമെന്ന് കാട്ടി കോയമ്പത്തൂർ ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. നീലഗിരി ജില്ലയിലും കൊടൈക്കനാലിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതിനാൽ നേരത്തെ തന്നെ പാസ് നിർബന്ധമാക്കിയിരുന്നു. അതോടെ സഞ്ചാരികൾ വാൽപ്പാറ ലക്ഷ്യമാക്കിയതോടെ വൻ തിരക്ക് മൂലം നഗരം പലപ്പോഴും ഗതാഗതക്കുരുക്കിൽ വലയുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കോയമ്പത്തൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. സഞ്ചാരികളുടെ ഇഷ്ട റൂട്ടായി വാൽപ്പാറയിൽ ഇ പാസ് സംവിധാനം ഏർപ്പെടുത്താൻ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതീവ ശ്രദ്ധ വേണ്ട പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വാൽപ്പാറയുടെ പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയാണ് ഇ പാസ് ഏർപ്പെടുത്തുന്നത്. തേയിലത്തോട്ടങ്ങൾക്കും വിനോദസഞ്ചാരികളുടെ തിരക്കിനും പേരുകേട്ട പരിസ്ഥിതി ലോല ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ. എല്ലാ വർഷവും നവംബർ 8, 9 തീയതികളിലായി ആഘോഷിക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ വാർഷികം, വള്ളത്തോൾ ജയന്തി എന്നിവയോടനുബന്ധിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കായി കവിതാ രചന മത്സരം സംഘടിപ്പിക്കുന്നു. സ്വന്തമായി രചിച്ച ഒരു കവിത മാത്രമേ അയക്കേണ്ടതുള്ളൂ. വിദ്യാർത്ഥിയുടെ വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് സഹിതം കേരള കലാമണ്ഡലം, കൽപ്പിത സർവകലാശാല, ചെറുതുരുത്തി എന്ന വിലാസത്തിൽ നവംബർ 4-നകം അയക്കേണ്ടതാണ്. കവറിന് പുറത്ത് വള്ളത്തോൾ കവിതാ രചന മത്സരം എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. മാരാക്കൂട് വനഭൂമിയിൽ കുടിൽ കെട്ടി കുടിയേറി പാർക്കുന്ന 47 ആദിവാസി കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകുന്നതിന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന് ആവശ്യമായ തുക അനുവദിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ നിവേദനം നൽകി. പ്രസിഡന്റ് MT ഡേവിസ്, വൈസ് പ്രസിഡന്റുമാരായ KP ജെയിംസ്, CV ആന്റണി, MO ജോൺസൺ, ജനറൽ സെക്രട്ടറിമാരായ KM ജോസ്, TB ദേവരാജൻ എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. അരേക്കാപ്പ് വീരാൻകുടി ഉന്നതിയിൽ നിന്നാണ് 2 മാസം മുൻപ് പ്രാണരക്ഷാർത്ഥം ഇവർ ഇവിടെ എത്തിച്ചേർന്നത്. വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ആക്രമണം ഇവരെ പൊറുതിമുട്ടിച്ചിരുന്നു. വനഭൂമി ആദിവാസികൾക്ക് നൽകുന്നതിന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിയമതടസ്സമുള്ളതിനാൽ ആദിവാസി കുടുംബങ്ങളെ സഹായിക്കുവാൻ പട്ടികവർഗക്ഷേമ വകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. കൊരട്ടിക്കട്ടപ്പുറം ഗോപുരൻ ജോസ് ഭാര്യ ലിസി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്ന കോൺഗ്രസിന്റേത് ദുർഭരണവും വികസന വിരുദ്ധമെന്നാരോപിച്ച് LDF കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുചക്രവാഹന റാലിയും ജനസദസ്സും സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭയുടെ വികസന സദസ്സ് കേരളപ്പിറവി ദിവസമായി നവംബർ 1 നടത്തുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വൻ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിലുള്ള കിടമത്സരം നിയമപോരാട്ടത്തിലേക്ക് തിരിയുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ യൂദാപുരം ദേവാലയത്തിൽ ഊട്ടുനേർച്ചയ്ക്ക് തുടക്കം. കലാകാരന്മാരുടെ സംഘടനയെ തരംഗശാലയുടെ ആഭിമുഖ്യത്തിൽ കലാഭവൻ സ്ഥാപകൻ ഫാദർ ആബേലിന്റെ 24ാമത് വാർഷികാനുസ്മരണ സമ്മേളനം മേലൂർ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.